ഹലോ ഗൈസ്, നൈറ്റ് മിറർ ചാനലിലേക്ക് സ്വാഗതം. കഴിഞ്ഞ വീഡിയോ ഒരു കൺക്ലൂഷൻ പോലും പറയാൻ പറ്റാതെ നമുക്ക് ഇതാവേണ്ടി വന്നു. ഒന്നാമത് എൻ്റെ ആദ്യത്തെ വീഡിയോ ആയിരുന്നു. പുള്ളി എക്സ്പീരിയൻസ് ഉണ്ടെങ്കിലും എനിക്കില്ല, എൻ്റെ ആദ്യത്തെ വീഡിയോ ആയിരുന്നു. അപ്പോൾ എന്ത് പറ്റിയെന്ന് വെച്ചാൽ ഈ ഗോസ്റ്റ് നമ്മൾ ശരിക്കും നല്ല പോലെ നമ്മൾ കണ്ടു. നിങ്ങൾക്ക് ആ വീഡിയോ കാണുമ്പോൾ മനസ്സിലാവും. നമ്മൾ ഫോളോ ചെയ്യുന്ന പോലൊരു ഫീൽ നമുക്ക് തോന്നി. നമ്മൾ പുറത്തേക്ക് വരുന്നതിൻ്റെ അവിടെ വരെ കണ്ടു. പിന്നെ അവിടെ നിൽക്കാനുള്ളൊരവസ്ഥ ഇല്ലായിരുന്നു. അപ്പോഴേ നമ്മൾ ഓടി, എങ്ങനെയെങ്കിലും എസ്കേപ്പ് ആയാൽ മതി എന്നുള്ളതിൽ ഞാൻ ഓടി. കുറച്ചുകൂടെ എക്സ്പീരിയൻസ് ഉള്ളതുകൊണ്ട് ധൈര്യത്തിൻ്റെ പുറത്ത് കുറച്ചുകൂടെ കയറുന്നു. ഞാൻ ഏതൊക്കെയോ വഴി കൂടെ ഒക്കെ ഓടി എങ്ങനെയൊക്കെയോ വണ്ടിയുടെ അടുത്ത് എത്തി. അത് തന്നെ നമ്മൾ തിരിച്ചു വന്നു. അപ്പോൾ ഇനിയിപ്പോൾ നമ്മൾ പുതിയൊരു അധ്യായത്തിലേക്ക് പോവുകയാണ്. അപ്പോൾ നമ്മൾ അടുത്തൊരു ലൊക്കേഷനിലോട്ടാണ് നേരെ വച്ച് പിടിച്ചത്. പാലക്കാടാണ്. പാലക്കാടുള്ളൊരു ലൊക്കേഷനാണ്. ഒരു പഴയൊരു ഫാക്ടറി, പൊട്ടിപ്പൊളിഞ്ഞു പോയ ഒരു ഫാക്ടറിയുടെ കുറച്ച് സൂയിസൈഡ്, കുറച്ച് ബ്രൂട്ടലായിട്ടുള്ള ഒരു ഫാമിലിയുടെ ഒരവസ്ഥ കാരണം ഉണ്ടായ ഇതെന്നാണ് അറിയാൻ കഴിഞ്ഞത്. അവിടുത്തെ ഒരു പുള്ളി കടമൊക്കെ കയറി വല്ലാത്തൊരവസ്ഥയിൽ മക്കളെയൊക്കെ പറയാനൊരു ബുദ്ധിമുട്ടുണ്ട്. അങ്ങനത്തെ ഒരു സിറ്റുവേഷനാണ്. അപ്പം അവിടെ ചെന്നിട്ട് കാണാം. ഓക്കെ, അപ്പോൾ അങ്ങനെ ബൈ. ഹലോ ഗൈസ്, നമ്മുടെ സെക്കൻഡ് എപ്പിസോഡാണ്. അന്നത്തെ സംഭവങ്ങളൊക്കെ കഴിഞ്ഞ ഇതിന് ഓർമ്മ ഉണ്ടായിരിക്കും. നമ്മുടെ കൂടെ വീണ്ടും നമ്മുടെ അതിറാം അമ്പയർ സ്ക്വാഡിന് പുള്ളി കൈ തന്നെ എന്നെ സഹായിച്ച് കയറ്റി. ഇവിടെ പ്രോപ്പറായിട്ടൊരു വഴിയൊന്നും ഇല്ലാത്തൊരു സ്ഥലമാണ്. കാട് വഴിയാണ് കയറി വന്നത്. കണ്ടാൽ അറിയാം, കാട് വഴി. എനിക്കൊരു കൈ. ഇപ്പൊ നമുക്ക് ഇത്തിരി ആവേശമൊക്കെ ഉണ്ടെങ്കിലും നമ്മളിവിടുത്തെ ഒരു വയസ്സായ 1-2 പേരെടുത്ത് ചോദിച്ചപ്പോൾ ഇങ്ങോട്ടോ നിങ്ങൾ വന്ന ആവേശമൊന്നും ഇനി കാണൂല. എന്നാ മൊത്തം കാടല്ലേ, വനമല്ലേ? പരിസരത്തൊന്നും ഒരുക്കില്ല. അന്നാമത്തെ ദിവസം കൂടെ കറക്റ്റ് നമ്മൾ ചൂസ് ചെയ്തിട്ടുണ്ട്. അതെന്തായാലും നന്നായി. കഴിഞ്ഞ തവണത്തെ പോലെ ഇത്തവണ കുറച്ചുകൂടെ ധൈര്യം സംഭരിച്ചിട്ടാണ് ഞാൻ വന്നത്. ഞാൻ കൂടെ ഉണ്ട്. ഇനി ചേട്ടൻ ഞാൻ ഉള്ളൊരു ധൈര്യമുണ്ട്. നമ്മൾ രണ്ടും കൂടെ ഒരുമിച്ചുണ്ട്. അതിന്റെ ഒരു ധൈര്യമാണ് കൈ, അല്ലാതെ വേറെ ഒന്നുമല്ല. അല്ലാതെ കൈ എൻ്റെ പൊന്നി ഒറ്റയ്ക്ക് സത്ത് വന്നിട്ട് സാധാരണ അതേ. പിന്നെ ഈ മാറ്റി പറയുന്ന പോലെ ലഹരി പദാർത്ഥമൊക്കെ ഉപയോഗിച്ച് ബോധമില്ലാതെയൊക്കെ വന്നാൽ വരാൻ പറ്റും. അല്ലാതെ സ്വഭാവത്തോടെ ഇനി ചേട്ടാ ഇവിടെ ഒരു ബിൽഡിംഗ് ആണെന്നുണ്ട് കേട്ടോ. ബിൽഡിംഗ് അല്ല, ടോയ്ലറ്റ് എന്താണെന്നാണ്. അതെനിക്ക് തോന്നുന്നു പഴയ ഇത് ഒരു ഫാക്ടറി ആയിരുന്നല്ലോ, അതിന്റെ സ്റ്റാഫിന്റെ. ഞാൻ ചിന്തിക്കുകയും ചെയ്തു, കഴിഞ്ഞ തവണ നമ്മളൊരു ഫാക്ടറിയുടെ ഇതാണ് എല്ലാം ഈ ഫാക്ടറികൾക്ക് ഇങ്ങനൊരു യന്ത്രങ്ങളൊക്കെ വരുന്നതുകൊണ്ടാണ് പണ്ട് കാലത്ത് ഫാക്ടറികളിൽ നടത്തുന്ന കാര്യങ്ങളൊക്കെയാണ്. അതെ, ഇത് ടോയ്ലറ്റ് ആണ്. ടോയ്ലറ്റും കാര്യമൊക്കെ ആയിരുന്നു സ്റ്റാഫുകൾക്കൊക്കെ ഉള്ളതായിരിക്കും. കാരണം ഇതൊരു ഓടും കയ്യിലും ഇഷ്ടികയൊക്കെ ഉണ്ടാക്കുന്ന ഫാക്ടറി ആയിരുന്നു. നമുക്ക് ഈ പരിസരമൊക്കെ ഒന്ന് മാറ്റി കഴിഞ്ഞാൽ തന്നെ മനസ്സിലാവുള്ളൂ. അല്ല, അവിടെ മരമൊക്കെ കണ്ട നല്ല പഴക്കമുണ്ട്. ചെതലരിച്ച് എൻ്റെ പൈസ മുഴുവൻ അതുപോലെ ഇതിന് കൂടുതലൊക്കെ എല്ലാം പൊളിഞ്ഞു പോയി. മറ്റേ മാമൻ പറഞ്ഞ പോലെ തന്നെ നല്ല പഴക്കമുണ്ട്. കാരണം കെട്ട് ശ്രദ്ധിക്കാതെ സിമെന്റ് അല്ല, ചെളിയാണ്. ഇഷ്ടികയാണെന്നുണ്ടെങ്കിലും ചെളിയാണ് ഉപയോഗിച്ചേക്കുന്നത്. സിമെന്റ് വെച്ചുള്ള കെട്ടൊന്നുമല്ല. അതാ അവിടെ തൂണൊക്കെ പൊളിഞ്ഞു വീണു. മേൽക്കൂര എല്ലാം അത് ഫുള്ള് തടിയിലെ എല്ലാം ദ്രവിച്ചു കഴിഞ്ഞു. ബാക്കിയില്ല. വല്ലാത്ത. അപ്പം ഇവിടുത്തെ സ്റ്റോറി എങ്ങനെയായിരുന്നു? ഇവിടുത്തെ സ്റ്റോറി എന്ന് പറയുന്നത് ശരിക്കും ഇതൊരു നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇഷ്ടിക, ടൈല്, ഓടൊക്കെ ഉണ്ടാക്കുന്ന പണ്ട് കാലത്ത് ഇതൊക്കെയാണല്ലോ കൂടുതൽ വീട് പണിയോ ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. അതിന്റെ ഫാക്ടറി ആയിരുന്നു. അപ്പോൾ ഇത് പിന്നീട് ഇതിന്റെ ഓണർക്ക് കടം വന്നു. ഈ കടം വരുമ്പോൾ സ്വാഭാവികമായിട്ട് അടുത്ത് എല്ലാവരും ചിന്തിക്കും കടം വന്നു, ആത്മഹത്യ ചെയ്തു. ഇതിനകത്തുള്ള ഒരു കേട്ട സ്റ്റോറിയിൽ ഒരു ട്വിസ്റ്റ് എന്ന് പറയുന്നത്, ട്വിസ്റ്റ് അല്ല, ഒരു നമ്മളെ സർപ്രൈസ് ചെയ്യുന്നൊരു കാര്യം എന്ന് പറഞ്ഞാൽ, കടം വന്ന് ഫാക്ടറി പൂട്ടി എന്നുള്ളതിൻ്റെ അല്ല. കടം വന്നപ്പോൾ ഈ ഓണർ ഓരോരോ സാധനങ്ങളായിട്ട് വിൽക്കാൻ തുടങ്ങി. സാധനങ്ങൾ ഇയാൾ ഓരോ സാധനം ഫാമിലിയിൽ വീട്ടിലെ വീടും വണ്ടി അത്യാവശ്യം പ്രതാപമൊക്കെ ഉണ്ടായിരുന്ന ആൾ ഒന്നായിട്ട് വിറ്റ് തുടങ്ങി. ഒരു പാർട്ട്ണർ എന്തോ വിട്ടുമാറി അങ്ങനെ വന്നൊരിതാണ്. പണ്ട് കാലത്ത് അത് സ്ഥിരമായിരുന്നല്ലോ, കൈ കിട്ടുന്ന കാശും കൊണ്ട് പോയി. ഇന്നത്തെ പോലെ കണ്ടുപിടിക്കാനെന്നുള്ള സംവിധാനമുണ്ട്. അങ്ങനെ പോയിട്ട് ലാസ്റ്റ് ഇയാളുടെ എല്ലാ സ്വത്തും എല്ലാം വിറ്റ് കഴിഞ്ഞ് നിവർത്തിയില്ലാതെ ഫാമിലിയും കൊണ്ട് ഫാക്ടറിയിൽ വന്ന് താമസിക്കുകയായിരുന്നു എന്നാണ് പറഞ്ഞത്.
പക്ഷെ പിന്നെ വീടും ഇതൊന്നുമില്ല, വീടൊക്കെ പണയം വെച്ചാണ് ഈ ഫാക്ടറി നിലനിർത്താൻ നോക്കിയത്. പക്ഷെ എന്ന് പറഞ്ഞാൽ അവസാനം ഈ ഒരു ഫാക്ടറിക്ക് ഒന്ന് താമസിക്കുകയും പിന്നെയും നിവൃത്തിയില്ലാതെ വന്നപ്പോൾ ഓരോ ആൾക്കാരെയായിട്ട് പുള്ളി തന്നെ മക്കളൊക്കെ 3 മക്കളോ എന്തോ ഉണ്ടായിരുന്നു, ഇവരെയൊക്കെ പറയാൻ പറ്റാത്ത രീതിയിലൊക്കെ കൃത്യമായിട്ടൊന്നും പറഞ്ഞിട്ടില്ല. കേൾക്കുമ്പോൾ തന്നെ നമുക്കൊരു ഒരുമാതിരി പറയുമ്പോഴേ നമുക്ക് ശ്രദ്ധിച്ചാൽ അറിയാം, മൂടൊക്കെ കാണുന്നുണ്ട്. മക്കളെ പുള്ളിയും ഭാര്യയും കൂടെ എങ്ങാണ്ട് ഒരാളെന്തോ തൂങ്ങി മരിക്കുകയും ഒരാൾ ചിമ്മി ഈ ചുള്ളയാണല്ലോ ഇതൊക്കെ ഇഷ്ടിക ചുട്ടെടുക്കുന്നത്. എന്തൊരു സൗണ്ട് കേൾക്കുന്നില്ലേ? ഇല്ലേ, എനിക്കും കേൾക്കും. എനിക്ക് നല്ല നെഗറ്റീവ് സോറി പറഞ്ഞത് എനിക്ക് നല്ല നെഗറ്റീവ് ഫീൽ ഉണ്ട്. സ്ഥലത്ത് നമ്മൾ നിന്ന് വിയർക്കണമെങ്കിൽ അത്രയും ചിന്തിച്ചാൽ മതിയല്ലോ. നല്ല നെഗറ്റീവ് ഫീൽ കിട്ടുന്നുണ്ട് നല്ലപോലെ ഉണ്ട്. കാരണം എനിക്ക് ഇതിങ്ങനെ അതാണ് ഞാൻ പലപ്പോഴും സംസാരിക്കുമ്പോൾ എൻ്റെ ശ്രദ്ധ ഇങ്ങനെ വേറെ, ഞാൻ ക്യാമറയൊന്നും നേരെ ഫേസ് ചെയ്യാൻ പറ്റുന്ന മൂഡ് മൈൻഡ് ഇതാവുന്നുണ്ട്, ഡൈവേർട്ട് ആവുന്നു. എന്തോ തൊട്ടടുത്ത് ചേട്ടാ നമ്മൾ ഈ സ്റ്റോറി പറഞ്ഞതേ അത് അവർക്ക് ചെറുതായിട്ടെങ്കിലും അവർക്ക് ട്രിഗർ ചെയ്തിട്ടുണ്ട്, മനസ്സിലായോ? അപ്പം അപ്പൊ നമ്മളിവിടെ നെഗറ്റീവ് ഫീൽ കൂടെ എന്ന് പറയുമ്പോ അപ്പൊ ലാസ്റ്റ് അവര് ആ ചിമ്മിനിക്കകത്തിട്ട് മരിക്കുകയാണ് അല്ലേ? ആ സൗണ്ട് വീണ്ടും കേൾക്കുന്നുണ്ട്. ഇത് ശ്രദ്ധിച്ചില്ല ഞാൻ, അതാണ് കേൾക്കുന്നത്. പിന്നെ പുള്ളി പറഞ്ഞു എന്തൊക്കെയോ, നമ്മളെന്തായാലും വന്നു വീഡിയോ എടുത്തിട്ട് പോവാം. കഴിഞ്ഞ തവണ ഞാൻ തുടക്കത്തിൽ വേണ്ട പോവാന്നൊക്കെ പറഞ്ഞു. അപ്പം നാട്ടുകാർ പറയണെന്ന് പറഞ്ഞാൽ അതിനുശേഷം ഇവിടെ നാട്ടുകാരെന്ന് പറഞ്ഞാൽ ആ ചേട്ടൻ പറഞ്ഞത് സൗണ്ട് കേട്ടായിരുന്നില്ലേ? എന്തോ ഒരു മരത്തിൻ്റെ വല്ല കൊമ്പ് വീണതാണോ അത് കഴിഞ്ഞ് അവിടെ നിന്നൊരു സൗണ്ട് കേട്ടായിരുന്നു കഴിച്ച ആ ഒരു ഭാഗത്തു നിന്നാണ് സൗണ്ട് കേട്ടത്. തൊട്ടടുത്തൂടെ ആയതുകൊണ്ട് ഞാൻ അന്ന് പേടിച്ചതാണ്. പേടിയില്ല ഉള്ളത് പറയാൻ പറ്റില്ല. കഴിഞ്ഞ തവണത്തെക്കാളും കുറച്ചുകൂടെ ധൈര്യം വന്നിട്ടുണ്ട്, അത്രയാണ്. കഴിഞ്ഞ തവണ ഓടിയ ഓട്ടത്തിന് പിന്നെ അറിയാമല്ലോ അവസാനം എന്ത് പറ്റിയെന്നുള്ളത്. അപ്പം ഇതാണ് സംഭവം. ഈ ഒരാൾ ഭാര്യയോ ഭർത്താവോ ആരോ ഒരാൾ തൂങ്ങി മരിക്കുകയും മറ്റേ ആൾ ചുള്ളയിൽ തന്നെ തീ കൊളുത്തി എന്ന് പറഞ്ഞാൽ അത് ഭയങ്കര ചൂടാണ്, എല്ലാം കൂടെ അങ്ങ് കത്തിയമർന്ന് പോകുന്നതാണ്. അത്രയ്ക്ക് അവസ്ഥയായിരുന്നു കേസ്. അത് തന്നെ ഒറ്റ വാക്കി പറഞ്ഞ അവസ്ഥ ആയിരുന്നു. അപ്പൊ ഉള്ളതെന്ന് പറഞ്ഞാൽ അതാണ് പിന്നെ ഇവിടെ വരുന്നവരെല്ലാം പലതരത്തിൽ ഒരു സമയത്ത് പല പല കാര്യങ്ങൾ പലപ്പോൾ ഫ്രണ്ടിലും ബാക്കിലും ഒക്കെ ആയിട്ട് എക്സ്പീരിയൻസ് ചെയ്യാറുണ്ടായിരുന്നു. ആ സൗണ്ട് ബാക്കിൽ ആരും നിൽക്കുമ്പോൾ പെട്ടെന്ന് എനിക്ക് അങ്ങ് തോന്നി. എനിക്കത് നല്ലപോലെ തോന്നുന്നുണ്ട്. എൻ്റെ ഇതെല്ലാം എനിക്കിങ്ങനെ മറ്റേ ഈ രോമാഞ്ചം പോലെ വന്നുകൊണ്ടിരിക്കുന്നു. അതെ, നമ്മുടെ എനിക്ക് വേറൊരു ഈ തണുപ്പുള്ള ഈ ഒരു സിറ്റുവേഷനിൽ നമുക്ക് വിയർത്ത്, അതെ ഞാൻ ഒരുപാട് വിയർത്ത് നോക്കിയ. സാധാരണ നമ്മൾ കാട്ടിൻ്റെ അകത്ത് നല്ല തണുപ്പാണ്. ഇത് ഇത്രയും 12 മണി കഴിഞ്ഞ സമയം എന്ന് പറയുമ്പോഴേക്കും 12 ഇപ്പോൾ ഏതാണ്ട് 1 മണി കഴിഞ്ഞു. വേറൊരു മെയിൻ പ്രശ്നം ഞാൻ ചിന്തിച്ചെന്ന് തോന്നിയാമോ, നമ്മൾ ഒരു വഴിയേ ഉള്ളൂ. ഈ വഴി സൗണ്ട് കേൾക്കണ സ്ഥലത്തൂടെ വേണം തിരിച്ചു പോകും. അതെങ്ങനെ പോകുന്നുള്ളൂ ഞാൻ ആലോചിക്കുന്നു. കുഴപ്പമില്ല, എന്തായാലും ഇത്തവണ വന്നത് ഒരുപാട് ദൂരത്തിട്ട് പോകുന്നുള്ളൂ. ചേട്ടാ അപ്പൊ ഇത് നാട്ടുകാരെന്താണ് പറഞ്ഞത്? നാട്ടുകാരെന്ന് പറഞ്ഞാൽ ഒരു 3-4 പേരും പറയുന്നത് തന്നെ അവസാനത്തെ ഇത്. പക്ഷെ അല്ല എന്ന് പറയുമ്പോ അവർക്കുണ്ടായ അനുഭവം എന്താണ്? അവർക്കുണ്ടായ അനുഭവം ഇത് തന്നെ. ഇവിടെ ഈ മദ്യപിക്കുന്ന ആൾക്കാരൊക്കെ, അല്ലെങ്കിൽ ഇതുപോലുള്ളടത്ത് വന്നാൽ അറിയാലോ, സ്ഥിരം കുറെ സാമൂഹിക വിരുദ്ധരും മദ്യപാനികളും. പക്ഷെ ക്ലീൻ ആയിട്ട് കിടക്കാണ്ടോ, ഒരിടത്തും ഒരു കുപ്പിയോ ഒന്നുമില്ല. പകൽ സമയങ്ങളിൽ ഇവിടെയുള്ള ആൾക്കാർ എങ്ങനെയെങ്കിലും ഇതിനെ വൃത്തിയാക്കി ഇടാനൊക്കെ പകലൊക്കെ ശ്രമിക്കാറുണ്ട്. സന്ധ്യ കഴിഞ്ഞാൽ അതും വരാറില്ല. പ്രത്യേകിച്ച് നമ്മളിന്ന് വന്നേക്കുന്ന ദിവസം നല്ല ദിവസം എന്നാണ് പറഞ്ഞത്, അമാവാസ്യ ദിവസം. അടിപൊളിയാണ്, വന്ന് കൊടുത്താൽ മതി എന്നാണ് പറഞ്ഞത്. ചന്ദ്രനെ കാണാം അവിടെ, ഞാൻ മരം നിൽക്കുന്നതുകൊണ്ട് നേരെ കാണാൻ പറ്റും. അപ്പം എന്ത് പറ്റിയെന്ന് വെച്ചാൽ പിന്നീട് ഉണ്ടാകുന്നതെന്ന് പറഞ്ഞാൽ ഇതുവഴി ഇപ്പം സന്ധ്യ കഴിഞ്ഞ് ഇരുട്ട് വീണ് കഴിഞ്ഞാൽ പിന്നെ ഇതുവഴി വരുമ്പോൾ ഒരേ സമയത്ത് തന്നെ പല കാരണം ഒന്നിൽ കൂടുതൽ പ്രശ്നക്കാരിവിടെ ഉണ്ടെന്നാണ് പറയുന്നത്. ജീവനുള്ളതല്ല. സൗണ്ട് ഇപ്പൊ കേട്ടു. ഞാൻ കേട്ട് ഒന്നിലധികം പ്രേതങ്ങളുണ്ട് എന്നാണ്, ഗോസ്റ്റ് ഉണ്ട് എന്ന് തന്നെയാണ് അവര് പറയുന്നതെന്ന് പറഞ്ഞാൽ ആത്മാക്കളുണ്ട് എന്നൊക്കെയാണ് അവര് പറയുന്നത്. ആത്മാവ് നമുക്ക് കാണാനൊന്നും നേരെ പറ്റാതെ, ഇവര് പറയുന്നത് ക്ലിയർ ആയിട്ട് കാണാനൊക്കെ പറ്റുന്ന തരത്തിലെ രൂപങ്ങൾ തന്നെ ഉണ്ട് എന്നാണ് പറയുന്നത്. പക്ഷേ അത് ഈ പറഞ്ഞ പോലെ സാമൂഹ്യ വിരുദ്ധരൊന്നും അല്ല, ആരും ചെയ്യുന്നില്ല അവർ. കാരണം പല ഇവിടെ നാട്ടുകാരാണല്ലോ, പരീക്ഷിച്ച് നോക്കുമല്ലോ പല കാര്യങ്ങളും. അങ്ങനെ അവർ പല പരീക്ഷണങ്ങൾ നടത്തി ഉറപ്പിച്ച ശേഷമാണ് ഇങ്ങോട്ട് വരാതായെന്നാണ് പറയുന്നത്. ഒരു പയ്യൻ ഇതുപോലെ എന്തോ ഇതുവഴി ഒറ്റയ്ക്ക് രാത്രിയിൽ എന്തോ വന്നു, അവിടെ കൂട്ടുകാരുടെ കൂടെ എങ്ങാണ്ട് കളിച്ചിട്ട് ഇരുന്ന്. ചേട്ടാ അവിടെ എന്ത് സൗണ്ട് കേൾക്കുന്നില്ലേ? എവിടെയാണ്? അവിടെ നിന്നൊരു സൗണ്ട് കേട്ടായിരുന്നു.
അപ്പം ഈ പയ്യനെങ്ങാണ്ട് താമസിച്ച് ലേറ്റായി വന്ന് ഇവനെ കാണാതായി അന്വേഷിച്ച് വന്ന രണ്ടുപേര് വരുമ്പോൾ അവർ ഇവൻ ബോധമൊന്നും ഇല്ലാതെ കിടക്കുന്ന പോലെ എന്തോ കണ്ടു. ഈ വന്നവർ പിന്നെ ഇത് കണ്ടു. ഒരാളെന്തോ ഈ സൈക്കോ പോലെയൊക്കെ ആയി പോയി, അങ്ങനെ എന്തോ ഒരാൾ പിന്നെന്തോ മന്ത്രവാദമൊക്കെ ചെയ്തിപ്പം ഒരു വിധമൊക്കെ ഇവർ ജീവിച്ചു പോകുന്നു എന്നുള്ളതേ ഉള്ളൂ. അവിടെ സൗണ്ട് കേട്ടില്ലേ? ഞാനും കേട്ടായിരുന്നു. അവിടെ എന്തോ ഒരു അനക്കം പോലെ തോന്നുന്നു, എന്തോ ഒരു നീങ്ങി പോണ പോലെ. കണ്ടോ? ചിമ്മിനി, മറ്റേ ചിമ്മിനിയാ ആണ് ആ ചിമ്മിനി. ഇവിടെ ഒരൊറ്റ ചിമ്മിനിയുള്ള ചുള്ളയെന്നാണ്. ചില ചുള്ളയ്ക്ക് 2-3 ചിമ്മിനി കാണും. ആ ചിമ്മിനിയാണ് ആണ് സംഭവം. ഇവിടെ അപ്പം നല്ല ശ്രദ്ധിക്കണമെന്നാണ് പറഞ്ഞത്. ചിമ്മിനിയുടെ അടുത്താണ് ഏറ്റവും നമ്മുടെ കഴിഞ്ഞ ലൊക്കേഷൻ പോലെയല്ല, എന്തെങ്കിലുമൊക്കെ നമുക്ക് കാണാനൊരു ഐഡിയ ഒക്കെ ഉണ്ടായിരുന്നു. ഇതിപ്പോൾ സൗണ്ടും പിന്നെ മോനെ നല്ല ഹൊറർ സീനാണ്. നോക്കിയേട്ടാ, മരം നിറയെ കായൊക്കെ പിടിച്ച് കിടക്കുക. അത് പറിക്കാൻ ഇത് നമ്മുടെ നാട്ടിലെങ്ങാനാണെങ്കിൽ സീതപ്പഴമാണ്, കാശ് കൊടുത്ത് വാങ്ങുന്ന സാധനമാണ്. വവ്വാലും തിന്നു അടിപൊളി. പറിക്കാൻ ആളില്ല, മനുഷ്യനിങ്ങോട്ട് കയറുമെന്നാണ് പറയുന്നത്. നല്ല ചീവീടിന്റെ സൗണ്ടൊക്കെ ഉണ്ട്. ഏതാണ് എൻട്രൻസ്? ഇത് ശ്രദ്ധിച്ചാ? രണ്ട് കണ്ണും ഒരു വായും ഒരു ഭൂതത്തിന്റെ. ആകാശത്തൊരു നക്ഷത്രം നിൽപ്പുണ്ട്, നോക്കി. ഇത് എനിക്കൊന്നും ഇതായിരിക്കും. ഇതാണ് ശരിക്കും കല്ലിന്റെ പ്രോസസ്സിങ് ഇതൊക്കെ ചെയ്യുന്ന സംഭവം. നമുക്ക് ആദ്യമേ പിന്നീടെടുത്ത് പോകാനുള്ള ധൈര്യം ഇല്ല. ഇങ്ങനെ നമുക്ക് പോയി പോവാം. എന്റെ പൊന്നണ്ണ, കട്ട ഡാർക്ക് ഏരിയ. ഇതാണെന്ന് തോന്നുന്നു എൻട്രൻസ്. നമുക്ക് ആദ്യമേ ഫുൾ നെഗറ്റീവിൽ ചെന്ന് കയറണം. വേണ്ട, നമുക്ക് ഇത് നോക്കിയിട്ട് പോവാം. ഈ ചെറിയ ടെൻഷൻ എനിക്കും ഇല്ലാതില്ല, എക്സ്പീരിയൻസ്ഡ് ആണെങ്കിലും. അല്ല, അത് ഓരോ ലൊക്കേഷൻ്റെ എനർജിയുടെയും വ്യത്യാസമാണ്. നമ്മൾ അടിപൊളി. ഇത് ശ്രദ്ധിച്ചോ? ഈ കൺസ്ട്രക്ഷൻ ശ്രദ്ധിച്ചോ? ഇപ്പോഴാണെങ്കിൽ കോൺക്രീറ്റ് ചെയ്താണ്. ഇത് ഇഷ്ടിക അടിക്കുക, ചുണ്ണാമ്പ് കെട്ടാണ്. ചുണ്ണാമ്പ്, ചെളി, അങ്ങനെയുള്ള പണ്ടത്തേക്ക് ഇത്രയും വർഷമായിട്ട് ഇതൊന്നും പൊളിഞ്ഞില്ല എന്നുള്ള. വേറെ കാര്യം ശ്രദ്ധിച്ചാ, ഇതിന്റെ അകത്തോട്ട് വന്നു കഴിഞ്ഞാൽ ഹെഡ്സെറ്റിലെ ENCയും നോയിസ് ക്യാൻസലേഷനും പോലെയാണ്. പുറത്ത് ഒരു ശബ്ദമാകത്ത് 90% കട്ട. എന്താണ് ഇതിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇത്രയും ഇത് ഇവിടെ എല്ലാം എന്താ നീ കൂടെ വാടാ, എന്നെ ഒറ്റയ്ക്ക് പറഞ്ഞൂടാ. ഞാൻ കണ്ട്. എടാ ഇങ്ങോട്ട് സൗണ്ട് കേട്ട്. ഇതൊരു പോവാൻ ഒറ്റയ്ക്ക് വിടാതെ നീ കൂടെ വാ. ഞാൻ ഒറ്റയ്ക്ക്. എടാ അവിടെ എന്ത് നിനക്ക്? ചെടി ഇറങ്ങിയാലോ? അവിടെ എന്താ കണ്ടു കഴിച്ചു? കിട്ടിയില്ല കണ്ട ക്യാമറ കിട്ടിയെന്ന് ഞാൻ വിചാരിക്കുന്നു. നല്ല രീതിയിൽ കിട്ടിയെന്ന്. അങ്ങോട്ട് പോണ്ട, എന്താ നല്ല നെഗറ്റീവ് ഉണ്ട്. കാണിക്കണ്ടേ? വന്നേ കഴിഞ്ഞ ചേട്ടാ എനിക്ക് നല്ല രീതിക്ക് നെഗറ്റീവ് കിട്ടിയിട്ടേ ചെറിയൊരു ചേട്ടാ അവിടെ എന്താ കണ്ടില്ലേ? വന്ന ഒരു ഇതെല്ലാം പോയിടാവും. ഒന്നാമത് ഇവിടെ നല്ല നെഗറ്റീവ് എനർജി ആയിരുന്നു. നീ എന്തൊന്നും പറയാത്തില്ല. പയ്യേട്ടാ, എന്റെ കൺട്രോൾ മൊത്തം പോയി നിൽക്കുന്നു. പറ്റില്ല ചേട്ടാ,
കൊറേ നാളായില്ലേ, പക്ഷെ നീ ഇത് നേരത്തെ ചെയ്തോണ്ടിരുന്നില്ലേ? പക്ഷെ കൊറേ നാളായില്ലേ, പറ്റുന്നില്ല. പക്ഷെ എന്തായാലും അങ്ങോട്ടൊന്ന് പോയി നോക്കാം. വേണ്ട കേട്ടോ, പോണ്ട കേട്ടോ, പോയി നോക്കാം. വ്യൂ വേണ്ട കേട്ടോ. അയ്യോ ഓ അവിടെ കണ്ടേട്ടോ, അവിടെ നിൽപ്പുണ്ട്, അവിടെ നിൽപ്പുണ്ട്, പോണ്ട അങ്ങോട്ട് പോണ്ട. അയ്യോ 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 അവിടെ ഉണ്ട്. അയ്യോ ചേട്ടാ വേണ്ട ചേട്ടാ, നമ്മളെ പറ്റൂല. അയ്യോ പോയി നോക്കണം എന്തായാലും. വേണ്ട ചേട്ടാ. എനിക്ക് കാലൊന്നും ഉറക്കാത്ത വീണ്ടും വീണ്ടും ശബ്ദം കേൾക്കണ്ട. നീ എന്റെ അടുത്ത് വാ, ഒറ്റയ്ക്ക് വിടാതെ തന്നെ. ആരെങ്കിലും ഉണ്ടോ ഇവിടെ? നിങ്ങളെ ഉപദ്രവിക്കാൻ വന്നതൊന്നും അല്ല. എടാ കൂടെ തന്നെ നിന്നോളെ. ഇവിടെ ആരെങ്കിലും ഉണ്ടോ? നമ്മൾ നിങ്ങളെ ഉപദ്രവിക്കാൻ വന്നതല്ല. ഒരു വിളി പോലെ കേട്ടില്ലേ? ആ അതും കേട്ടു. പക്ഷെ വിളി കേട്ടത് അവിടെ സൗണ്ട്, ഈ എന്തോ വീഴുന്ന സൗണ്ട് കേട്ടു ഇവിടെ. എടാ പോയി നോക്കാം, പക്ഷെ നീ കൂടെ വാ ഒറ്റയ്ക്ക്. പക്ഷെ ഇവിടെ അങ്ങോട്ടൊന്നും പോകാനൊന്നും പറ്റില്ല. നമ്മൾ നേരത്തെ നോക്കിയതല്ലായിരുന്നു. അപ്പോഴല്ലേ ഇവിടെ ബാക്കിൽ. എടാ എനിക്കൊരു നമ്മൾ ഈ ലൂപ്പിൽ പെട്ട പോലെയൊക്കെ ഫീൽ ചെയ്യണല്ലോ. കാരണം നമ്മളെ ഒരു സൗണ്ട് ഉണ്ടല്ലേ. എടാ വീണ്ടും വീണ്ടും സൗണ്ടുകൾ കേൾക്കണടാ. ചേട്ടാ ഇത് വീണ്ടും വീണ്ടും ഇതിന്റെ വേറൊരു ഭാഗമാണ് മൊത്തം പൊട്ടി പൊളിഞ്ഞ് കിടക്കുകയാണ് മേളിലേക്കൊക്കെ. ഒരു മനുഷ്യൻ അവിടെ നിന്നൊക്കെ സൗണ്ട് കേൾക്കുന്നുണ്ട് കേട്ടോ. നീ ലൈറ്റ് മാറ്റി പിടിക്കാതെ എനിക്ക് അങ്ങോട്ടൊക്കെ എന്തോ. അയ്യോ കേട്ട് ആ ഭാഗത്താണ് കേട്ടോ. അവിടെ പോണ്ടടാ, പതിയെ പോവാ. നല്ല ടെൻഷനാണ്. കാലൊക്കെ ഒരു ബാലൻസ് പോകണം, ഹാർട്ട് ബീറ്റ് കൂടുന്നൊക്കെ. ചിമ്മിനി സൗണ്ട് കേൾക്കുന്നുണ്ട്. ഞാൻ കേൾക്കുന്നു, സൗണ്ട് കേൾക്കുന്നുണ്ട്. ആരോ മൂവ് ചെയ്ത് പോകണമല്ലോടാ. ആരെങ്കിലും ഉണ്ടോ ഇവിടെ? ആരെങ്കിലും ഉണ്ടോ? എന്തോ അവിടെ ഒരു ഇതാ. ഇവിടെയൊക്കെ നമ്മൾ പെട്ട് നമ്മളിതിനകത്ത് പെട്ടടാ. തിരിച്ചിറങ്ങാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. നമ്മൾ പോണ എല്ലാ സൈഡിലും ഇത് തന്നെയാണ്. എടാ നിനക്കാണ് ഇത്തിരിയെങ്കിലും ഒരു ഇതുള്ളത്. എടാ നിനക്ക് കുറച്ചെങ്കിലും ഒരു എക്സ്പീരിയൻസ് ഉള്ളതല്ലേ. അപ്പൊ എന്റെ കാര്യമോ? എടാ നീ ഇതായി കഴിഞ്ഞാൽ ഞാൻ ഒന്നാമതേ ഡൗൺ ആണ്. എടാ നീ ഡൗൺ ആവല്ലേ? എടാ എനിക്കും അത് തന്നെയാണ് അവസ്ഥ. എടാ നീ ഒന്ന് മാനേജ് ചെയ്ത്. നീ ഒന്നുമില്ലെങ്കിലും വാമ്പയർ സ്ക്വാഡ് ചെയ്തുകൊണ്ടിരുന്നില്ലേ ഇപ്പോൾ? അപ്പൊ എൻ്റെ അവസ്ഥയാ. എടാ നമുക്ക് ഇത്രയും പാടുപെട്ടാണ് വന്നത്. നമ്മൾ തിരുവനന്തപുരത്തുനിന്ന് ഈ പാലക്കാട് വരെ വന്ന് ഈ സമയത്ത് ഇത്രയും പാടുപെട്ട് ഇത്രയും റിസ്ക് എടുത്ത്. പക്ഷെ എനിക്ക് നല്ല ഒരു രക്ഷയില്ല. എനിക്കിപ്പോൾ ടെൻഷൻ അതല്ല, നീ എന്നെ കൂടെ ടെൻഷനാക്കാതെടാ. ഇവിടെ നിന്ന് എങ്ങനെ ഇറങ്ങുമെന്ന് പോലും അറിയാൻ പറ്റണില്ല. നമ്മളിതിനകത്ത് പെട്ട പോലെയാണ് എനിക്ക് ഫീൽ ചെയ്യണത്. നിങ്ങൾക്ക് ഇപ്പം നമ്മൾ എവിടെ നിൽക്കുന്നത് നിങ്ങൾക്ക് മനസ്സിലായോ? ഈ സ്ഥലം നിങ്ങൾക്ക് മനസ്സിലായോ? ആ ചേട്ടൻ പറഞ്ഞ ചിമ്മിനിയാണ് ആ ബാക്കിൽ കാണുന്നത്. നമ്മൾ കയറിയില്ലേ, ഇതിനകത്ത് കയറിയില്ലേ നമ്മള്? ഇതിനകം എന്താണെന്ന് മനസ്സിലായോ? ഇതിനകത്താണ് ഈ ചിമ്മിനിയിലെ ഇത് മറ്റേ തീയിടുന്ന സ്ഥലം. അതിനകത്താണ് നമ്മൾ ഇത്ര നേരം നിന്നത്. അതിന്റെ പുകയാണ് ഈ വെളിയിലോട്ട് പോണത്. ആ നിങ്ങൾക്ക് ഇത്രയായിട്ടൊന്നും മനസ്സിലായില്ലല്ലേ? എനിക്ക് അതിന്റെ അകത്ത് കയറി ആദ്യം ഞാൻ ചിരിച്ചുകൊണ്ട് പറഞ്ഞില്ലേ നമ്മുടെ ഹെഡ്സെറ്റിലെ നോയിസ് ക്യാൻസലേഷൻ പോലെയൊക്കെ ഫീൽ ചെയ്യണമെന്ന്. പക്ഷെ പിന്നെ എനിക്കിപ്പോ വെളിയിറങ്ങി ഇതും കൂടെ കണ്ടാൽ മനസ്സിലായി. ഇല്ല എനിക്ക് പക്ഷെ ഒന്നും ഓർമ്മയൊന്നും. എടാ അവിടെ ഫുള്ള് അനക്കങ്ങൾ കേട്ടോണ്ടിരിക്കണടാ. വിനീതേട്ടനെ ഒന്നും മനസ്സിലായില്ല. കാര്യം എനിക്കാണ് നല്ലവണ്ണം കിട്ടിയത്. എനിക്കാണ് കാര്യം എന്ന് പറയുമ്പോൾ അതിനകത്താണ് സംഭവം. ഇത് അതിനകത്താണ്. ഇത് ജസ്റ്റ് ഈ വെളിയിൽ കാണുന്നത് ഇതിന്റെ സ്മോക്ക് പോകുന്ന ഇത് മാത്രമേ ഉള്ളൂ. മൊത്തം അതിനകത്താണ്. അതിനകത്ത് കയറിയാണ് ഇപ്പൊ നമ്മള് അവിടെ ചുറ്റിട്ടാണ് വീണ്ടും നമ്മളിതിനകത്ത്
പെട്ടടാ. ഇറങ്ങാൻ പറ്റുമെന്നൊരു തോന്നുന്നു. കാരണം വരണ വഴിക്ക് നമ്മൾ കയറി വന്ന വഴിയുടെ പുറകിലൊക്കെ ഫുള്ള് ഇതായിരുന്നു. ഒരു കാര്യം എന്തായാലും പെട്ടു. നമുക്ക് വീഡിയോ ഇറക്കാൻ പറ്റുമെങ്കിൽ വ്യൂവേഴ്സിന് ഇത് കാണിക്കാം. ഇത് പറഞ്ഞത് കറക്റ്റ് തന്നെ. ഒന്നല്ല ഇവിടെ ഉള്ളത്, ഒരെണ്ണം അല്ല ഉള്ളത്. നീ മുമ്പേ പോകും. ഒരു കാര്യം സംസാരിച്ചോ. നീ കുറച്ചുകൂടെ നിനക്ക് അറിയാലോ, ഒന്ന് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റുമെന്ന് നോക്ക്. ഞങ്ങൾ വന്നത് ജസ്റ്റ് ഒരു വീഡിയോ എടുക്കണം. എടാ ചേട്ടനാണോ ആരാണെന്ന് നമുക്ക് അറിഞ്ഞൂടാ. നിങ്ങൾ ആരാണെന്ന് പോലും ഞങ്ങൾക്ക് അറിയത്തില്ല. ആ ഫാമിലി ഫുള്ള് 3 പിള്ളേരും ഉള്ളു. നിങ്ങളെ ശല്യപ്പെടുത്തണമെന്നൊരു ഉദ്ദേശം ഞങ്ങൾക്കില്ല. അല്ലേ വിനീതേട്ടാ? അവര് ജസ്റ്റ് വ്യൂവേഴ്സിനെ ഇതൊന്ന് കാണിക്കാൻ പറ്റും, അത്രേ ഉള്ളൂ. ശല്യപ്പെടുത്തേണ്ട ഒരു ഉദ്ദേശം നമുക്കില്ല. നമുക്ക് വ്യൂവേഴ്സിനെ ഒന്ന് നിങ്ങൾക്കൊന്ന് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ, നമ്മളുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റുമെങ്കിൽ നിങ്ങൾക്ക് സംഭവിച്ചത് എന്താണെന്ന് ലോകത്തെ ഒന്ന് അറിയിക്കണം. ഇല്ലെങ്കിൽ ഈ സ്ഥലത്തിന്റെ മിസ്റ്ററി എന്താണെന്നുള്ളത് നമുക്കൊന്ന് മറ്റുള്ളവരെ അറിയിക്കാൻ കഴിയണം. അത്രേ നമ്മൾ ഉദ്ദേശിക്കുന്നുള്ളൂ. എടാ വീണ്ടും എന്തോ നമ്മളൊക്കെ എന്നെ കൊണ്ട് പറ്റില്ല കേട്ടാ. എങ്ങനെ തിരിച്ചിറങ്ങുന്നു? എടാ തൊട്ടടുത്ത് ഈ ചിമ്മിനിയൂടെ കാണുമ്പോ ഞാൻ മൊത്തത്തിൽ ഞാൻ പറഞ്ഞില്ലേ, ഇത് ഓരോ സമയത്ത് ഓരോ സ്ഥലത്തുനിന്നാണ്. എടാ ഇതെന്തോ അവിടെ കിണർ പോലെയൊക്കെ ഇത് ഇത്രയും ഡീപ്പായിട്ടൊക്കെ ഇത് എന്തോ അണ്ടർഗ്രൗണ്ട് കണക്ഷൻ ഒക്കെ ഉണ്ട്. ഇത് കണ്ടിന്യൂ ചെയ്ത് പോവുകയാണ്. എടാ ഇവിടെ എന്തൊക്കെയോ പ്രശ്നം ഉണ്ടടാ. നമ്മൾ തമാശ കളിക്കും പോലെ അല്ല. ഇവിടെ ആകെ ഇതാണ്. ഞാൻ ഇവിടെ ജസ്റ്റ് ഒന്ന് എടാ ദൂരോട്ട് പൊക്കളയല്ലേ, കൂടെ തന്നെ നിൽക്കുക. എടാ ഇതൊക്കെ നോക്ക്, എന്തോന്നാണ് ഇതൊക്കെ. എടാ അവിടെ സൗണ്ട് കേൾക്കുന്നു. അയ്യോ നീ ഒന്ന് നോക്ക്, നീ ഒന്ന് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റുമോ ഒന്നുകൂടെ ട്രൈ ചെയ്ത് നോക്ക്. നിങ്ങളെ ഉപദ്രവിക്കാൻ വന്നേ അല്ല. ചേട്ടാ ഇതിനകത്തൊരു മുറിയുണ്ട് കേട്ടോ. അത് പക്ഷെ കേറാനൊന്നും, അതാണ് അവര് പറഞ്ഞു പുറത്തിടുന്ന ഇറങ്ങാനൊന്നും പറ്റാത്ത വിധത്തിലായിരുന്നു അവരെ ബോഡി എന്നൊക്കെ നമുക്കൊരു ഞാൻ വഴി നോക്കാം ചേട്ടാ, നമുക്ക് ഇവിടെ ഇറങ്ങാം. എടാ ഇറങ്ങാൻ പറ്റൂലടാ, ആ ഒറ്റ വഴിയേ ഉള്ളടാ. എടാ നമ്മൾ വന്ന വഴി മാത്രമേ ഉള്ളൂ. എടാ ആ മാമൻ പറഞ്ഞു കേട്ടില്ല. എടാ വേറെ വഴി ഇല്ലെന്നാണ്ടാ പറയണത്. എനിക്കൊട്ടും പറ്റില്ല. എടാ പോണ്ടല്ല പോലടാ, നാക്കൊക്കെ തെറ്റുന്നെന്റെ. ഇവിടെ ഒരു മുറിയുണ്ട് കേട്ടോ ഇതിനകത്ത്. അതിനകത്ത് ചിലപ്പോ വഴി വല്ലതും കാണുമായിരിക്കടാ. നോക്കാം, വഴി എന്തെങ്കിലും ഉണ്ടാ. നീ ഒന്ന് കേറി നോക്കടാ, വഴി ഉണ്ടാന്ന് നോക്ക്. അല്ലെ വേണ്ടടാ, എടാ അതിനകത്ത് കേറണ്ട. എടാ വേണ്ട നമുക്ക്. എടാ അത് ചിലപ്പോ അവിടെ ഒന്നും. എടാ ഒന്നാമതേ നമ്മൾ പെട്ട് നിൽക്കണടാ. ഇനി ഇതിനകത്ത് എടാ നീ ഇങ്ങനെ ഡൗൺ ആവല്ലടാ. ഞാൻ ആകെ ഒന്നാമത് ഞാൻ സൗണ്ട് ഒരു വഴിയില്ലടാ, വഴിയില്ല. നമുക്ക് ആ വഴി വന്ന വഴിയേ ഉള്ളൂ. എടാ ഇതൊക്കെ ചിലപ്പോ പൊളിഞ്ഞു വീഴുവടാ. ഇതൊക്കെ പൊളിഞ്ഞു വീഴുവടാ. ഇപ്പൊ പൊളിഞ്ഞു വീഴുവടാ. എടാ വാടാ, ഇതൊക്കെ എടാ വന്ന വഴിയേ ഉള്ളൂ അമ്പാടി, വേറെ വഴിയില്ല. സൗണ്ട് ക്യാമറ ഞാൻ പോയി നോക്കാം. എനിക്ക് നിന്റെ ഇത് കണ്ടിട്ട് നീ ഭയങ്കര ഡൗൺ ആണെന്ന് തോന്നുന്നു. നീ കൂടെ തന്നെ നിന്നോളെ ചേട്ടാ. നല്ല സൗണ്ട് കേൾക്കണുണ്ട്. ഓപ്ഷൻ ഇല്ല, തിരിച്ചു പോകണ്ടേ. ക്യാമറ കിട്ടുന്നുണ്ടെന്നാണ് ഇതിപ്പോ വന്ന സൈഡ് ഏതെന്ന് ഒരു ഓർമ്മ കിട്ടില്ല. ഈ കെട്ടിടമാണെങ്കിൽ എല്ലാ ഇത് ഒരു. ചേട്ടാ നമുക്ക് ഇറങ്ങാം ചേട്ടാ. അതെ അങ്ങോട്ടാണ് ഈ വഴി കാണുന്നുണ്ട്. എടാ ഇല്ലടാ, അതൊരു മതില്. വഴിയൊന്നുമില്ല, മണ്ണിട്ട് ചേട്ടാ മൊത്തം വള്ളിയൊക്കെ പിടിച്ച്. എടാ അതിന്റെ അപ്പുറത്ത് എന്താണെന്ന് പോലും അറിഞ്ഞൂടാ. ചിലപ്പോ ഇതിനേക്കാളും കൊടുങ്കാടായിട്ട്. ഇവിടെ മൊത്തം അതാ നമ്മൾ കറങ്ങി തിരിഞ്ഞ ചിമ്മിനിയുടെ അടുത്താണ് വന്നത്. അവിടെ പോയി എനിക്ക് വയ്യ ചേട്ടാ. ഇവിടെ മതില് ചേട്ടാ, ഇതിലെ വഴിയില്ല മേളിലോട്ട് പോയി. അവിടെ പൊക്കമുള്ള പോലെ ഒരു ഭാഗം കാണുന്നു. ഞാൻ ഇങ്ങോട്ട് നോക്കാം ചേട്ടാ, വഴിയുണ്ടോ ചേട്ടാ? ഇതിലെ വല്ല വഴിയുണ്ടോ നോക്കാം. ഇല്ലടാ, ഇതാ ചിമ്മിനിയുടെ സൈഡിലോട്ട് പോവാതെ. ചിമ്മിനിയിൽ അങ്ങോട്ട് പോകണ്ട. പിന്നെ എന്തിനാ ഇവിടെ എന്നെ നോക്ക്, ഇവിടെ പൊക്കം.
എടാ വീടടാ വാ. അമ്പാടി എന്ത് പറ്റിയടാ? എന്ത് പറ്റിയടാ? അയ്യോ എടാ എടാ എങ്ങനെയെങ്കിലും പോവാടാ. ഇവിടെ ഇരിക്കില്ലടാ. എണീരടാ, ഞാൻ പിടിക്കാടാ. ഇവിടെ ഇരിക്കണ്ട. എടാ അവിടുന്ന് വരും പോലെ തോന്നടാ. എടാ അത് നമ്മളെ പിറകെ എന്തായാലും വരുവടാ. ഇത്രയും തവണ എടാ എടാ അത് എന്തായാലും വരുവടാ. നമ്മളത് ഉറപ്പായിട്ടും വെറുതെ വിടൂല. അത് ഇത്രയും തവണ അവിടെ ഈ ഓല അത് തന്നെ ഇത് തന്നെ. എടാ ഇറങ്ങ. എടാ അത് നമ്മളെ പിറകെ എന്തായാലും വരുവടാ. എടാ മുള്ളടാ, മുള്ളാണ്. മുള്ളെൻ്റെ കാല് മണച്ച്. നമ്മളിത് നേരെ തിരിച്ച് വീടെത്തുകയാണെങ്കിൽ കൺഫേം പറ്റും ഇത് നമ്മളെ ചാനലിൽ കാണും. ഓക്കെ ഓക്കെ ഇറങ്ങിക്കോട്ടെ. മൊത്തം കാടാണ് കഴിച്ച്. ഓക്കെ